ഒരു കാര്യം സീരിയസ് ആയി ചോദിച്ചോട്ടെ, സത്യം പറയോ, എത്ര പേര് ആത്മാർത്ഥമായി +1 പഠിക്കുന്നുണ്ട്? ഇനി പഠിച്ചു തുടങ്ങിയവർ തന്നെ എത്രത്തോളം പഠിച്ച് എത്തിയിട്ടുണ്ട്? പല ആളുകൾക്കും പല തരത്തിലുള്ള സങ്കടങ്ങളാണ്. പഠിക്കാൻ തീരെ പ്ലാൻ ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു സങ്കടം ഉണ്ടാവില്ല, കാരണം അവരുടെ ലൈഫിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. +1 എത്തിയതിനു ശേഷം നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ പ്രതിസന്ധികൾ, മാർക്ക് എങ്ങനെയൊക്കെ നേടാം, എങ്ങനെയൊക്കെ നേടാതിരിക്കാം എന്നൊക്കെ തോന്നുന്ന ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കുണ്ട്. അത് ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിട്ട ഏറ്റവും പ്രധാനം, ഇതുവരെ നിങ്ങൾ നേരിട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ കൂടിയ ഒരു എക്സാം SSLC എക്സാം ആയിരുന്നു. ഈ SSLC എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം +1 എത്തിയതിനു ശേഷമാണ് മനസ്സിലായത് SSLC ഒക്കെ പുഷ്പം പോലെ പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ സിലബസ് ആയിരുന്നു എന്നത്. എന്നാൽ ഈ +1 പുഷ്പം പോലെ പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ സിലബസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ പോവേണ്ടി വരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, +1 എന്ന് പറയുന്ന സിലബസ് അത്ര വലിയ സംഭവമുള്ള സിലബസ് ഒന്നുമല്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ മാത്രമുള്ള സിലബസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് 520ൽ 520 വാങ്ങണമെന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ മാത്രമുള്ള ഒരു സിലബസ് മാത്രമേ നിങ്ങൾക്ക് +1 സയൻസിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? ചോദ്യമല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്താ ഞാൻ പറഞ്ഞത്? SSLC ഇത്രയും എളുപ്പമായിരുന്നു, ഞാൻ ഇപ്പോൾ SSLC പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഫുൾ A+ തന്നെ കിട്ടുമായിരുന്നു, അല്ലെ അതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന ചിന്ത നിങ്ങൾക്ക് +1 എത്തിയതിനു ശേഷം വന്നിട്ടുണ്ടോ? ഇനി വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ +1 നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സജഷനാണ്, നാളത്തെ ഒരു ഫ്രീ വെബിനാർ ഉണ്ട്, അതിൽ നിങ്ങളൊന്ന് പങ്കുചേരുക. ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും. അതായത് ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്തത് കൂടി നിങ്ങൾ മലമറിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒരുപാട് പുതിയ പുതിയ ഐഡിയകൾ കിട്ടും. ആ ഐഡിയകൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. +1 പല കുട്ടികളും യൂണിറ്റ് ടെസ്റ്റുകൾക്ക് വരെ തോറ്റിട്ടുണ്ടാവും. പല സബ്ജക്റ്റുകളുടെയും ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ഇതൊക്കെ പഠിപ്പിച്ചതാണോ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണോ, ഇതൊക്കെ സിലബസിലുള്ളതാണോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് എക്സാമുകളിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് എന്നും അതൊക്കെ സിലബസ് മനസ്സിലാക്കി അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങളെ ഇവിടം വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഇനി +1 നിങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്ന് ഉറപ്പ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട +1 കുട്ടികളെ, നമ്മൾ +1 അടിച്ചു പൊളിക്കടാ. ഈ വരുന്ന +1 എക്സാമിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ മാറും, അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയായിട്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റിയിരിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒത്തിരി കാര്യമുള്ളൂ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുക. ബാക്കി നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. അപ്പോൾ സമയം മറക്കണ്ട, നാളെ വൈകിട്ട് കൃത്യം 6:30 ഫ്രീ വെബിനാർ നടക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സോടും വരാൻ പറയുക. ബൈ.